ഹായ് ഫ്രണ്ട്സ്, അർഷിത കുക്കിംഗ് ബ്ലോഗിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമാവണം. അതുകൊണ്ട് തന്നെ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇടാൻ എനിക്ക് മടിയായിട്ടിരിക്കണം. അല്ലെങ്കിൽ എല്ലാത്തിനും ചെറിയ ചെറിയ വിഷയങ്ങളും ചോറെടുക്കുന്നതും ദോശ ചൂടുന്നതും എല്ലാം ഞാൻ വീഡിയോ ഇട്ട് ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തെന്ന് എനിക്ക് അറിഞ്ഞൂട, വീഡിയോ ഇടാൻ എനിക്ക് മടിയായിരുന്നു. എന്നാൽ പിള്ളേർക്ക് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സ്നാക്സ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ടൊരു കാലത്തപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഫേമസ് അല്ലേ, അത് ചെയ്ത് നോക്കാമെന്ന്. ഞാൻ ഇതിന് മുന്നാടി ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് കാലത്തപ്പമായിരുന്നില്ല, കല്ലപ്പമായിരുന്നു. ഞാൻ എത്ര ചെയ്താലും അത് ശരിയായി വരികയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല പഞ്ഞി പോലെ വന്നു. ശരിയിടാന്ന് പറഞ്ഞിട്ട് ഇന്നും അതേപോലെ തന്നെ 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂറോ 5 മണിക്കൂറോ കുതിർക്കാൻ വച്ചിരുന്നു. അടുത്ത് കുറച്ച് ചോറ്, അടുത്ത് 1.5 അരി എടുത്ത് അതേ ഗ്ലാസ് തന്നെ 1 ഗ്ലാസ് പഞ്ചാരയും 2 സ്പൂൺ എക്സ്ട്രാ ചേർത്ത്. അടുത്ത് ഏലക്ക, എൻ്റെ കയ്യിൽ തേങ്ങ ഇല്ലായിരുന്നു, അത് ഞാൻ തേങ്ങ ചേർത്തില്ല. അല്ലെങ്കിൽ എണ്ണയിലിട്ട് തേങ്ങ മൂപ്പിക്കണമല്ലോ, അതൊന്നും എൻ്റെ കയ്യിലില്ലാത്തതിന് ഞാൻ ഏലക്കയും പഞ്ചാരയും, ശർക്കരയിലാണ് ചെയ്യുന്നത്. ശർക്കരയും ഇല്ലായിരുന്നു, ഞാൻ പഞ്ചസാരയിലാണ് ചെയ്ത് അരച്ചിട്ട്. ഇങ്ങനെ പഞ്ഞി പോലെ വരുമെന്ന്. പക്ഷെ കട്ടിയുള്ള പാത്രം, നല്ല കട്ടിയുള്ള കടായി എന്തെങ്കിലും ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് വച്ചത്. അത് ഞാൻ അരയ്ക്കാനാണ് മിക്സിയിലിട്ട് ഫുള്ളും എൻ്റെ കയ്യിൽ ആ മാവ് തെറിച്ചു. പിന്നെ വീഡിയോ ഇട്ടില്ലെന്ന് ഞാൻ എൻ്റെ മോൻ്റെ പറഞ്ഞു, മോനെ അമ്മ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ആവണം. ഉടനെ എൻ്റെ മോൻ എനിക്കൊരു കുത്തിട്ട് വന്നതുപോലെ പറഞ്ഞു, വീഡിയോ ഇട്ടതങ്ങ് മില്യൺ കണക്കിന് പോവുകയല്ലേ അമ്മ ചെയ്യുന്നത്. 1 ലൈക്കോ 2 ലൈക്കോ 1 വ്യൂസോ പോകണം, അമ്മയ്ക്ക് വേറെ വേലയില്ലേന്ന്. മനുഷ്യനല്ലേ, നമുക്കൊരാഗ്രഹം എന്തെങ്കിലും എൻ്റെ ചാനൽ റീച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു വിശ്വാസം. മനുഷ്യന്മാർക്ക് ആഗ്രഹങ്ങളല്ലേ ഉള്ളൂ. എനിക്ക് ഒരു ചെറിയ ആഗ്രഹമേ ഉള്ളൂ. എന്നെങ്കിലും എൻ്റെ ചാനൽ നിങ്ങൾക്കും ഇഷ്ടമായി, എനിക്കും വ്യൂസും സബ്സ്ക്രൈബറും ലൈക്കും നിങ്ങളെല്ലാം എൻ്റെ ചാനൽ നോക്കും. ഇപ്പം എല്ലാവർക്കും കൊറിയൻ ഫുഡും അതും ഇതും എല്ലാം വെളിയിൽ പോയി ഫുഡ് റിവ്യൂ ചെയ്യുന്നതും ഹോട്ടലിലുള്ള ആഹാരത്തിൻ്റെ റിവ്യൂ പറയുന്നതും അങ്ങനെയെല്ലാം നോക്കാനാണ് ചിലവർക്ക് പഠിക്കുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഫുഡ് എന്നും മീൻ കറിയും ദോശയും അതും ഇതും കാണുമ്പോൾ അവർക്കും ബോറടിക്കും. അവരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റും. നമുക്ക് വീട്ടിലുള്ളതല്ലേ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. നമ്മളെ വീട്ടിൽ നമുക്ക് പുറത്തു പോയി അങ്ങനെയോ നമുക്ക് ഹോട്ടലിൽ പോകുന്നതും വെളിയിൽ പോകുന്നതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നമുക്ക് വീട്ടിലുള്ളതേ കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യണോ അത് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളെല്ലാ വീഡിയോയിലും പറയും. തോന്നുന്നവർ നമ്മളെ വീഡിയോ കാണും, തോന്നാത്തവർ അത് സ്കിപ്പ് ചെയ്ത് അങ്ങനെ പോകും. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. എൻ്റെ മോനെ പറയാം, അമ്മയ്ക്ക് വേറെ ജോലിയില്ല, ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകും. എന്നാലും എന്തെങ്കിലും നമുക്കൊരു വിശ്വാസം. 1 ഗ്ലാസ് പഞ്ചാര എടുത്ത് അത് മിക്സിയിൽ തട്ടണത്. ക്യാമറ കുറച്ച് ഞാൻ താത്തു വെച്ചെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ഗ്യാസ് അടുപ്പിൻ്റെ പുറത്താണ് ഞാൻ സ്റ്റാൻഡ് കൊണ്ടുവച്ചത്. പിള്ളേരിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരും. ഞാൻ മാത്രമായതുകൊണ്ട് എനിക്ക് അവിടെ വച്ചിട്ട് തന്നെ അരയ്ക്കാൻ പറ്റുന്നത്. പഞ്ചസാര ഏലക്കയും ഇട്ട് പൊടിക്കുന്നതാണ്. അതിൻ്റെ പുക കാണുമ്പോൾ മഞ്ഞ് പോലെ ഇരിക്കണം. അതിനെ പൊടിച്ചിട്ട് ഞാൻ വേറെ പാത്രമൊന്നും എടുക്കാനിരുന്നില്ല. ആ മിക്സി ജാറിൽ തന്നെ പഞ്ചസാരയും വെള്ളമൊക്കെ ഇട്ട് കലക്കിയെടുത്ത്, പാത്രം കഴുകാൻ അടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് എല്ലാം സെറ്റാക്കി അതിൽ വെച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് എണ്ണ മാത്രം ചേർത്ത്, ചിലവർ കൊച്ചുള്ളിയെല്ലാം എടുത്ത് അരിഞ്ഞ് അതിന് വതക്കിയെടുക്കും. കുറച്ച് സോഡാപ്പൊടി, ലൈറ്റോ ഉപ്പ് ഇടണം, 1 പിഞ്ച്. അങ്ങനെ ഇരിക്കും. ലൈറ്റ് ഒരു ഇത്തിരി ഉപ്പിടണം. ഒരിക്കൽ ചെയ്യുമ്പോൾ ഉപ്പൊന്നും ഇട്ടില്ല, ഒരുമാതിരി അതുകൊണ്ട് തന്നെ ലൈറ്റ് ഉപ്പിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അത്രയും പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് ഇനിപ്പ് തോന്നിയില്ല. ഇനിപ്പ് കുറവായിട്ടിരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ ഫുള്ളായിട്ട് ഞാൻ കലക്കിയിട്ട്
ആ പാത്രം വേറെ എണ്ണയിൽ തന്നെ എല്ലാവരും തേങ്ങ എല്ലാം കട്ടാക്കിയിട്ട് അതിനെ മൂപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ കൊച്ചുള്ളീനെ വതക്കിയെടുക്കും. ഈ രണ്ടും ഞാൻ ഇട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമല്ല, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ആ കയ്യിൽ വീത്തി കാണിക്കുന്നത് അത്രയ്ക്ക് ലൂസായിരുന്നാലേ നമുക്കത് കാലത്തപ്പം റെഡിയാവുകയുള്ളൂ. അത് ഞാൻ ക്രീം പോലെ ഇട്ട് തേക്കുകയാണ്. എനിക്ക് അങ്ങനെ വീത്തി നോക്കിയാൽ തന്നെ അത് ശരി, ഇത്ര അളവ് തന്നെ, വെള്ളം കറക്റ്റായിരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അതിൽ തന്നെ വീത്തി പെട്ടെന്ന് വെച്ച്. അടിയിൽ നോക്കുമ്പോൾ ചെറുതായിട്ട് എനിക്ക് കരിഞ്ഞതുപോലെയായിരുന്നു, പക്ഷെ പുറമൊന്നും കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഒരിക്കൽ കൂടി ഇനിയും ഒരു കിണ്ണത്തപ്പമൊക്കെ എനിക്ക് ചെയ്ത് നോക്കണമെന്ന് നല്ല ആഗ്രഹം. പക്ഷെ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ അതെനിക്ക് ഒരിക്കലും ശരിയാവില്ല. ഇതേ എനിക്ക് എത്രയോ ദിവസം കൊണ്ടിട്ടാണ് ഇത് ഞാൻ ചെയ്ത് നോക്കിയാണ് ഈ രണ്ടുമായിട്ട് എനിക്ക് ശരിയായിട്ട് വന്നത്. ചിലവരൊക്കെ പെട്ടെന്ന് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യമുണ്ട്. എൻ്റെ ദേഹത്ത് ഫുള്ള് മാവാണ്, കലക്കി ഞാൻ പാത്രത്തിൽ ആ ചരുവത്തിലാണ് ഞാൻ വെച്ചത്. അത് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നതിൽ കുറച്ച് കട്ടിയുള്ള പാത്രം. എന്നിട്ട് ഞാൻ മാത്രമായിരുന്നു വീഡിയോ എടുക്കണം, അന്നൊന്നും ഈ വീഡിയോ ശരിയായിരിക്കില്ല. എൻ്റെ മോളായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് സ്റ്റാൻഡൊക്കെ എടുത്ത് വെച്ച് തരും. ഞാൻ കുളിച്ചിട്ടാണ് അങ്ങനെ നിന്ന്, ശരി പിള്ളേർ പറഞ്ഞതിന് മുന്നാടി ഇത് നമുക്ക് ചെയ്ത് വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് അടിയിലായപ്പോൾ ഇത് പഞ്ചസാര കയറി കട്ട പിടിച്ചതുപോലെ ഇരുന്നു. അതുകൊണ്ടിട്ടാണ് കലക്കിയത്. ഇനി എണ്ണ എടുത്ത് അവിടെ എല്ലാം ഫുള്ള് മാവായിട്ട് ഇരുന്നാണ്ട് തന്നെ അത് കുറച്ച് ക്ലീനാക്കിയിട്ട് തുറച്ച് നീറ്റാക്കാമെന്ന് വിചാരിച്ചു. അടുത്തതിൽ കുറച്ച് എണ്ണ എടുത്ത് പീതമ്മ അടിയിൽ പിടിക്കൂല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ അടിയിൽ ലൈറ്റ് സ്റ്റീൽ പാത്രമല്ലേ, നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് അങ്ങനെ തന്നെ വേവിക്കണമുണ്ട്. ഞാൻ ഒരു യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചത്. അവരൊക്കെ എനിക്ക് കറക്റ്റായ അളവ് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് അത് സെറ്റായി വന്നത് ഈ മാവിനെ നമ്മൾ കലക്കി വെച്ചിരിക്കണേനെ എടുത്ത് വീത്തി കൊടുത്താൽ മതി. അത് സൈഡിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാം. പക്ഷെ റെഡി ആയത് അതെല്ലാം ഗ്യാപ്പെല്ലാം ക്ലിയറായിട്ട് ഒട്ടി പിടിച്ചിട്ടേ ഇല്ലായിരുന്നു. അടിയിൽ മാത്രം തന്നെ ലൈറ്റായി എനിക്ക് ഒട്ടി പിടിച്ചതുപോലെ തോന്നി. പക്ഷെ നോൺ സ്റ്റിക്കിൻ്റെതായിരുന്നു, ഒട്ടി പിടിക്കൂല എന്ന് തോന്നുന്നു. പെട്ടെന്ന് കയറി പൊങ്ങുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫുള്ളായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാൻ പറഞ്ഞു, അടുത്ത് സിമ്മിൽ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതിനെ വള്ളി അങ്ങനെ പോവുകയാണ്. മിക്സി കഴുകേണ്ടി വരില്ല. എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്യും. ശരി, അടുത്ത് ഇതിപ്പോൾ പൊങ്ങി വരാറായി കേട്ടോ. അടുത്ത് ഒരടപ്പെടുത്ത് മൂടി മാത്രം കൊടുക്കുക. അത് കുറച്ച് അരഭാഗം ആയതും ഞാൻ മൂടി വയ്ക്കണമുണ്ട്. ഞാൻ മിക്സിയുടെ പാത്രം കഴുകി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ആ നേരം നോക്കി അത് പൊങ്ങി വരണമുണ്ട്. കണ്ട പൊങ്ങി വരണം. എന്തോ എൻ്റെ വീഡിയോക്ക് ഇന്ന് എന്തൊരു ക്ലിയർ ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു. അതങ്ങനെ ലൈറ്റ് പൊങ്ങി വന്നതും ഞാൻ ഒരു പാത്രം ഒരടപ്പെടുത്ത് അത് ഞാൻ മൂടി വയ്ക്കുകയാണ്. പക്ഷെ പഞ്ചസാരയിൽ ചെയ്താലും കളറൊക്കെ ശർക്കരയിൽ ചെയ്യും പോലെയാണ്. ഒരിക്കൽ ശർക്കരയിൽ ചെയ്ത് നോക്കണമെന്ന് നല്ല ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിള്ളേർക്ക് ശർക്കരയിൽ ചെയ്താൽ ഇഷ്ടമല്ലെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ മടിക്കുന്നത്. നമ്മൾ പിള്ളേർക്ക് വേണ്ടിയല്ലേ ചെയ്ത് നോക്കണത്. അവരെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനു ചെയ്യണമെന്ന് എനിക്ക് തോന്നും. പിന്നെ പൊങ്ങി കളയുമെന്നും ഒരു പേടിയുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിനെയും വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. കരിഞ്ഞാൽ പോലും അതിൻ്റെ സ്മെല്ല് കേട്ട് തന്നെ ഞാൻ ഓടി വരേണ്ടി വരുമ്പോൾ.
ഒരു ചെയ്യും, പക്ഷെ ഒരാൾ കഴിക്കും ഒരാൾ കഴിക്കൂല. എൻ്റെ ഇളയ മോൾക്ക് ഇത് നല്ല ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ വേറെ ഒരു മോളാണെങ്കിൽ കഴിക്കുകയില്ല. അതുകൊണ്ട് ആ കളറ് അത് റെഡിയായി. ഞാൻ കൂട്ടിയും കുറച്ച് വെച്ച് ഒരു 20 സെക്കൻഡാണെന്ന് തോന്നുന്നു. അത് റെഡിയായി വന്ന് നല്ല പൊങ്ങി വന്നിരിക്കണം. കേക്കൊക്കെ വെച്ചിട്ട് എത്രയോ വാട്ടി എനിക്ക് പരാജയപ്പെട്ടു. ഇത് എന്തോന്നേ അറിഞ്ഞൂടോ. 5 മിനിറ്റ് തണുക്കട്ടെന്ന് പറഞ്ഞതാണ്. ഇത് കണ്ടോ, ഒട്ടി അടിയിൽ മാത്രം തന്നെ ലൈറ്റാണ് നമുക്ക് കരിഞ്ഞതുപോലെ ഇരിക്കണം, ബാക്കിയെല്ലാം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ കിട്ടുമെന്ന്. പക്ഷെ കുറച്ച് ഇനിപ്പ് കുറവായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് എൻ്റെ മോക്ക് തന്നെ ഞാൻ ഫസ്റ്റ് കൊടുക്കണം. അവൾക്കാണ് ഇത് നല്ല ഇഷ്ടമുള്ളത്. എന്നാൽ ചൂട് എന്നാലും അവൾക്ക് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്ത് തിന്നിട്ട് അവളടുത്ത് ചോദിച്ചു, മോളെ കൊള്ളാമാന്ന്. അവൾ പറഞ്ഞു ഓ മാന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത്